നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മത്സര പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ ഏതൊക്കെ ചോദ്യങ്ങൾ പ്രസ്താവന ചോദ്യങ്ങളായി ചോദിച്ചു, A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ക്ലാസ്സിലുടനീളം നമ്മൾ പ്രധാനപ്പെട്ട പാക്കേജ് കൂടി ഉൾപ്പെടുത്തും. അത് നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ മാർക്കും നേടിയെടുക്കാനുള്ള ഓരോ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഇന്നത്തെ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു എളുപ്പമാർഗ്ഗം ആദ്യം പറയും. അദ്ദേഹത്തെ പറ്റി ഒരു 16 ചോദ്യങ്ങളാണ് മത്സര പരീക്ഷയ്ക്ക് ഇന്നേ കാലം വരെ ചോദിച്ചിട്ടുള്ളത്. 16 ചോദ്യങ്ങൾ. ഈ 16ന്റെ പകുതി, അതായത് 8 ചോദ്യങ്ങൾ ഓർക്കാനുള്ള എളുപ്പമാർഗ്ഗം ആദ്യം പറയുകയാണ്. ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ വന്നാൽ ഉത്തരം ആരായിരിക്കും? സഹോദരൻ അയ്യപ്പനായിരിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നവോത്ഥാനമായിരിക്കണം. ചോദ്യം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന 6 തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, മാഗസിൻ സഹോദരൻ എന്ന് പറയുന്ന മാഗസിൻ ആരാണ് സ്ഥാപിച്ചത്? ദി മാഗസിൻ സഹോദരൻ പബ്ലിഷ്ഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. ദി ന്യൂസ് പേപ്പർ സഹോദരൻ പബ്ലിഷ്ഡ് ബൈ സഹോദരൻ എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ആരാണ് സ്ഥാപിച്ചത്? ആൻസർ ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ. ദി കൺസെപ്റ്റ് ബ്രദർഹുഡ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള? സഹോദര്യത്വം എന്ന ആശയം കേരളത്തിലെ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാ? അപ്പൊ ഉത്തരമായിട്ട് വരേണ്ടത് സഹോദരൻ അയ്യപ്പനാണ്. ദി ഓർഗനൈസേഷൻ സഹോദര സംഘം ഫൗണ്ടഡ് ബൈ സഹോദര സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരമാര് തന്നെ? സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ലോജിക് ഇതാണ്. ക്വസ്റ്റ്യനകത്ത് എവിടെയെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ വന്നാൽ ഉത്തരം ആരായിരിക്കും? സഹോദരൻ അയ്യപ്പനായിരിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? നവോത്ഥാനമായിരിക്കണം. ഇനി നമുക്ക് അതിനേക്കായി വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്. കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ന്യൂജൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് റിലേറ്റഡ് ടു സഹോദരൻ അയ്യപ്പൻ? താഴെ പറയുന്നവയിൽ സഹോദരൻ അയ്യപ്പനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ നോക്കിയേ. ഹീസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് കേരള മോഡേൺ സ്പീച്ച് സിസ്റ്റം. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് എന്നാണ് പ്രസ്താവന കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ബി, ഹി ഫൗണ്ടഡ് ദി മാഗസിൻ. സഹോദരൻ എന്നറിയപ്പെടുന്ന മാഗസിൻ അദ്ദേഹം സ്ഥാപിച്ചു. ഓപ്ഷൻ സി, ഹി കണ്ടക്ടഡ് കോസ്മോപൊളിറ്റൻ ഡിന്നർ ഇൻ 1917 അദ്ദേഹം എന്ത് സംഘടിപ്പിക്കുന്നു? കോസ്മോപൊളിറ്റൻ ഡിന്നറിന്റെ മലയാള ടേം മിശ്ര ഭോജനം എന്ന. രണ്ട് രീതിയിൽ ചോദ്യം വരാം. മിശ്ര ഭോജനം എന്ന് ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാം, അതുമല്ലെങ്കിൽ ഇന്റർ ഡൈനിങ് എന്ന് ചോദിക്കാം, അതുമല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നും ചോദിക്കാം. മൂന്നും മിശ്ര ഭോജനത്തിന്റെ പല വാക്കുകളാണെന്ന് മാത്രം ഓർക്കുക. അപ്പൊ 1917 അദ്ദേഹം കോസ്മോപൊളിറ്റൻ ഡിന്നർ കണ്ടക്ട് ചെയ്തു. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഹീസ് ആൾസോ നോൺ ആസ് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ്. ഇങ്ങനെ 4 ചോദ്യങ്ങളാണ്, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചേക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും പരിശോധിച്ചാൽ ഇതിൽ ഏതൊക്കെയാണ് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ളത്? ഒന്നാമത്തത് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ടന്റ് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ വരണം എന്നല്ലേ പറഞ്ഞത്? ഒന്നാമത്തെ ലോജിക്ക് നോക്കിയേ. ഹീസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് കേരള മോഡേൺ സ്പീച്ച് സിസ്റ്റം. ശരിയാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന മലയാള ചോദ്യമാണ് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹീസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് കേരള മോഡേൺ സ്പീച്ച് സിസ്റ്റം. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ? അല്ല. ഹീസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് കേരള മോഡേൺ സ്പീച്ച് സിസ്റ്റം. ഏറ്റവും പ്രധാനപ്പെട്ടത് യുക്തിവാദി. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് യുക്തിവാദി. ഉത്തരം ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ തന്നെ. അപ്പൊ ഹീസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് കേരള മോഡേൺ സ്പീച്ച് സിസ്റ്റം. അത് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഹി ഫൗണ്ടഡ് ദി മാഗസിൻ. സഹോദരൻ ശരിയാണ്. അദ്ദേഹം ആരംഭിച്ച മാഗസിന്റെ പേരാണ് സഹോദരൻ. അപ്പൊ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം കരുതും ഈ മാഗസിൻ മാത്രമേ ഉള്ളൂ അദ്ദേഹം സ്ഥാപിച്ചത്. അല്ല. അദ്ദേഹം ആരംഭിച്ച 3 പ്രധാനപ്പെട്ട മാഗസിൻ ഉണ്ട്. ഒന്ന് യുക്തിവാദി, മറ്റൊന്ന് സഹോദരൻ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാഗസിൻ കൂടിയുണ്ട്, വേലക്കാരൻ. ഈ 3 മാഗസിൻ ഒന്ന് നോട്ട് ചെയ്തേക്കണം.
ഒന്നാമത്തെ മാഗസിൻ, ഒന്നാമത്തെ എന്നല്ല, പ്രധാനപ്പെട്ട 3 മാഗസിനിൽ ഒന്ന് യുക്തിവാദി, രണ്ടാമത്തത് നമ്മൾ പറയുമ്പോൾ രണ്ടാമത്തത് സഹോദരൻ, മൂന്നാമത്തത് എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേലക്കാരൻ. 2 മാഗസിൻ നമ്മളെ കുഴപ്പിച്ച് കളയും. ഒന്ന് നോട്ട് ചെയ്തേക്കണം, വേലക്കാരനും ഉണ്ട് യജമാനനും ഉണ്ട്. രണ്ടും 2 മാഗസിനാണ്, മറക്കല്ലേ. 2 മാഗസിനാണ്. വേലക്കാരൻ എന്ന മാഗസിൻ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. യജമാനൻ എന്ന് പറഞ്ഞ മാഗസിൻ സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഇനി അതിനകത്ത് കുഴഞ്ഞു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുക, വേറെ ഒന്നുമില്ല. മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരു സിനിമയാണ് മേലെ പറമ്പിൽ ആൺവീട്. സിനിമ കാണാത്തവരെയല്ല, കോമൺ ആയി എല്ലാവരും സിനിമ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ സഹോദരൻ, ഈ പറയുന്ന ജയറാം ആയിക്കോട്ടെ, വിജയരാഘവൻ ആയിക്കോട്ടെ, ധാരാളം ആളുകൾ അഭിനയിച്ചു. ജഗതി ശ്രീകുമാർ ഉൾപ്പെടെ അഭിനയിച്ചു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ശോഭന അഭിനയിച്ച വേലക്കാരിയുടെ ക്യാരക്ടറാണ്. വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കകത്തല്ലേ. അപ്പൊ അവിടെ വേലക്കാരി എന്നാ പറഞ്ഞേക്കുന്നത്, നമുക്ക് വേണ്ടത് വേലക്കാരൻ. എല്ലാ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കഥയല്ലേ പറയുന്നത്. അങ്ങനെങ്കിലും ഓർക്കാലോ. പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു കോഡ് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ പരീക്ഷകളിൽ കയറുമ്പോൾ ആ കോഡ് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി സിനിമ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്ര പോകുന്നു. അപ്പൊ ആ യാത്രയുമായി, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അത് എൻ്റെ ഒരു ധാരണയാണ്, നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും പറയുന്നു. അപ്പൊ സഹോദരൻ എന്നറിയപ്പെടുന്ന മാഗസിൻ ആരുടേതാണ്, അല്ലെങ്കിൽ സഹോദരൻ എന്നറിയപ്പെടുന്ന മാഗസിൻ സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന് പറയുന്ന മാഗസിൻ ആരംഭിച്ചത് ആരാണ്, അത് സഹോദരൻ അയ്യപ്പൻ. അപ്പൊ യജമാനൻ വാഗ്ഭടാനന്ദൻ. യജമാനന്റെ വാക്കാണ് വാക്ക്, അങ്ങനെങ്കിലും ഓർത്തു വെക്ക്. ഇതാണ് ലോജിക്കായിട്ട് ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഹി ഫൗണ്ടഡ് ദി മാഗസിൻ സഹോദരൻ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, ഹി കണ്ടക്ടഡ് കോസ്മോപൊളിറ്റൻ ഡിന്നർ ഇൻ 1917. 1917 അദ്ദേഹം കോസ്മോപൊളിറ്റൻ ഡിന്നർ സംഘടിപ്പിച്ചു. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് തന്നെ നമുക്കറിയാം, സഹോദരൻ അയ്യപ്പനെ അറിയപ്പെടുന്ന പേര് പുലേൻ അയ്യപ്പൻ എന്ന. അതായത് 1917 എറണാകുളം ജില്ലയിലെ ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹം മിശ്രഭോജനം എന്ന ഇന്റർ ഡൈനിങ്, അതുമല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ കണ്ടക്ട് ചെയ്തതുകൊണ്ട് ഈ പറയുന്ന ബ്രാഹ്മണ വിഭാഗത്തിലുള്ള ആളുകൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ച, ക്രിട്ടിസൈസ് ചെയ്ത പേരിങ്ങനെയാണ്, പുലേൻ അയ്യപ്പൻ, പുലച്ചോലൻ അയ്യപ്പൻ. മറക്കരുത്, രണ്ടും 2 വാക്കാണ്, രണ്ടും ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങളാണ്. പുലേൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ, പുലച്ചോലൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെ, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ചില ഉദ്യോഗാർത്ഥികൾക്ക് തിരിഞ്ഞു പോവും, സാറേ ഇതേപോലെ പുലേ രാജ അല്ലെങ്കിൽ കിങ് ഓഫ് പുലയ എന്നും പറഞ്ഞൊരു ചോദ്യം ഞാൻ പഠിച്ചായിരുന്നു. അതിനുത്തരം ആരാ, കിങ് ഓഫ് പുലയ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അപ്പൊ പുലേൻ മത്തായി എന്നറിയപ്പെടുന്ന ആരാ, അത് പൊയ്കേൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവന. 3 ചോദ്യമാണ്. പുലേ രാജ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് കിങ് ഓഫ് പുലയ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി, പുലേൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ, പുലേൻ മത്തായി വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് പുലേൻ മത്തായി, പൊയ്കേൽ യോഹന്നാൻ ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് കുമാരഗുരുദേവനും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 1917 കോസ്മോപൊളിറ്റൻ ഡിന്നർ ഓർ ഇന്റർ ഡൈനിങ്, അതുമല്ലെങ്കിൽ മിശ്രഭോജനം കണ്ടക്ടഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. അപ്പൊ അതും ശരിയാണല്ലോ. അപ്പൊ എ ശരിയാണ്, എ ഓപ്ഷൻ ശരിയാണ്, ബി ഓപ്ഷൻ ശരിയാണ്, സി ഓപ്ഷനും ശരിയാണ്. ഡിയിലേക്ക് വന്നാൽ, ഹീസ് ആൾസോ നോൺ ആസ് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ്. തെറ്റാണ്. കാരണം എന്താണെന്നറിയോ, യുക്തിവാദികളുടെ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് ഓഫ് റാഷണലിസ്റ്റ് എന്നറിയപ്പെടുന്നത് MC ജോസഫാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് യുക്തിവാദി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ്, അത് MC ജോസഫ് ആണ്. ഇത് തിരിഞ്ഞു പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്ത്, MC ജോസഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തേപ്പെടുന്ന നവോത്ഥാനം. അതുകൊണ്ട് തന്നെ ഓരോ നവോത്ഥാന നായകന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഈ കണ്ടന്റുകളെല്ലാം ഓർമ്മയിൽ വെക്കണം. അപ്പൊ ഹീസ് ആൾസോ നോൺ ആസ് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ്, അത് MC ജോസഫ് ആണ്. യുക്തിവാദി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്, ഈ പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ഇതിന് ഉത്തരം ഏതാണ്, ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഹീസ് ആൾസോ നോൺ ആസ്, അതായത് സഹോദരൻ അയ്യപ്പനെ അറിയപ്പെടുന്ന പേര് എന്താണ്, യുക്തിവാദി എന്നാണ്. ഇനി MC ജോസഫിനെ അറിയപ്പെടുന്ന പേര് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ് എന്നാണ്, അത് മറക്കരുത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1917 അദ്ദേഹം എറണാകുളം ജില്ലയിലെ ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലം ഫോക്കസ് ചെയ്ത് അദ്ദേഹം ഒരു കൺസെപ്റ്റ്, ഒരു കണ്ടന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അതിനെ അറിയപ്പെടുന്ന പേര് മിശ്രഭോജനം എന്നാണ്, അതുമല്ലെങ്കിൽ ഇന്റർ ഡൈനിങ് എന്നാണ്, അതുമല്ലെങ്കിൽ എന്ത്, കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നാണ്. ഇനി ഈ പറയുന്ന സഹോദരൻ അയ്യപ്പൻ ഫോം ചെയ്ത ഓർഗനൈസേഷൻസ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് സഹോദര സംഘം. സഹോദര സംഘത്തിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1917
17 സഹോദര സംഘം എന്ന സംഘടന ഈ പറയുന്ന ആര് ഫോം ചെയ്യുന്നത്? സഹോദരൻ അയ്യപ്പൻ ഫോം ചെയ്യുന്നത്. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രീനാരായണ സേവിക സമാജം. ഈ ശ്രീനാരായണ സേവിക സമാജം എന്ന ഓർഗനൈസേഷനൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും ശ്രീനാരായണ ഗുരുവാണെന്ന്. ഉത്തരം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് ശ്രീനാരായണ സേവിക സമാജം ഫോം ചെയ്തത്. ഒരു സംഘടനയും കൂടെ നിങ്ങൾ പഠിക്കണം, വിദ്യാപോഷിണി സഭ. ഈ 3 ഓർഗനൈസേഷനും ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ ഫോം ചെയ്തതാണ്. അപ്പൊ സഹോദര സംഘത്തിന്റെ വർഷം മറക്കല്ലേ, 1917. ശ്രീനാരായണ സേവിക സമാജം ആരാ സ്ഥാപിച്ച? സഹോദരൻ അയ്യപ്പൻ സ്ഥാപിക്കുന്നു. വിദ്യാപോഷിണി സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് പീരീഡ് 1889 മുതൽ 1968 വരെയാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ. ഇനി ഈ പറഞ്ഞ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ന്യൂജൻ ചോദ്യങ്ങളല്ലാതെ PYQ ഉണ്ട്, അതുകൂടി ആഡ് ചെയ്ത് പോവാണ്. ഒന്ന്, എ പേപ്പർ കാൾഡ് സഹോദരൻ വാസ് സ്റ്റാർട്ടഡ് ബൈ. സഹോദരൻ നവോത്ഥാന നായകനായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാഗസിൻ അല്ലെങ്കിൽ പത്രത്തിന്റെ പേര് സഹോദരൻ എന്ന് തന്നെയല്ലയോ? അപ്പം ഈ പറയുന്ന സഹോദരൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകൻ ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്ത് തന്നെ? സഹോദരൻ. 3 മാഗസിൻ മറക്കല്ലേ. അത് പത്രവുമായി പരിഗണിക്കുന്നതിൽ തെറ്റില്ല. പത്രമാണ്, മാഗസിൻ ആണ്. സഹോദരൻ എന്നറിയപ്പെടുന്ന മാഗസിൻ അല്ലെങ്കിൽ പേപ്പർ, അത് മറക്കരുത്. ദെൻ യുക്തിവാദി എന്നറിയപ്പെടുന്ന പത്രം അല്ലെങ്കിൽ മാസിക മറക്കരുത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. ഈ പറഞ്ഞ യജമാനനും ഉണ്ട്, വേലക്കാരനും ഉണ്ട്. വേലക്കാരനാണ് സഹോദരൻ അയ്യപ്പന്റെ, യജമാനൻ ആരുടേതാ? അത് വാഗ്ഭടാനന്ദൻ. അടുത്ത് നോക്കിയേ, ദി ഫൗണ്ടർ എഡിറ്റർ ഓഫ് ദി മാഗസിൻ യുക്തിവാദി. യുക്തിവാദിയുടെ സ്ഥാപകനും സ്ഥാപക എഡിറ്റർ ആരെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാ. അതിനുശേഷം തൊട്ടടുത്ത വർഷം ഈ പറഞ്ഞ MC ജോസഫ് ഇതിന്റെ എഡിറ്റർ ആയിട്ട് മാറും. അതിന്റെ ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ദി ഫൗണ്ടർ എഡിറ്റർ ഓഫ് ദി മാഗസിൻ യുക്തിവാദി. യുക്തിവാദി എന്നറിയപ്പെടുന്ന മാഗസിന്റെ സ്ഥാപകനും സ്ഥാപക എഡിറ്ററും യുക്തിവാദി എന്നറിയപ്പെടുന്നതും ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ. അപ്പൊ പോപ്പ് ഓഫ് റാഷണലിസം എന്നറിയപ്പെടുന്ന ആരെയാ? അത് MC ജോസഫ് ആണ്. ഈ MC ജോസഫ് യുക്തിവാദിയുടെ എഡിറ്റർ ആയിട്ടുണ്ട്. സ്ഥാപിച്ചതും സ്ഥാപക എഡിറ്ററും ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ദ പേഴ്സൺ ഹു ഓർഗനൈസ്ഡ് മിശ്ര ഭോജനം അണ്ടർ ദി അസോസിയേഷൻ ഓഫ് സഹോദര സംഘം. സഹോദര സംഘം എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഹോദര സംഘം എന്ന സംഘടനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന സംഘടനയുടെ നിയന്ത്രണത്തിൽ 1917 മിശ്ര ഭോജനം എന്ന കൺസെപ്റ്റ്, അതുമല്ലെങ്കിൽ ഇന്റർ ഡൈനിങ് എന്ന കൺസെപ്റ്റ്, അതുമല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ കണ്ടക്ടഡ് ബൈ സഹോദരൻ അയ്യപ്പൻ, വർഷം 1917. ദെൻ അടുത്തത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സഹോദരൻ അയ്യപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എലക്ട് ചെയ്തിട്ടുണ്ട്. 1928 1928 സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ദി വൺ ആൻഡ് ഓൺലി റിനൈസൻസ് ലീഡർ ഹു ബിക്കെയിം ദ മിനിസ്റ്റർ ഇൻ തിരുക്കൊച്ചി മിനിസ്ട്രി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അങ്ങനെയാണ് ചോദ്യം ചോദിക്കും. ദ വൺ ആൻഡ് ഓൺലി റിനൈസൻസ് ലീഡർ ഹു ബിക്കെയിം എ മിനിസ്റ്റർ ഇൻ കൊച്ചി മിനിസ്ട്രി ആൻഡ് തിരുക്കൊച്ചി മിനിസ്ട്രി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന, മന്ത്രിസഭയിൽ അംഗമാകുക എന്ന് പറഞ്ഞാൽ മന്ത്രിയാകുക എന്നുള്ളതാണല്ലോ. ദ റിനൈസൻസ് ലീഡർ ഹു ബിക്കെയിം എ മിനിസ്റ്റർ ഇൻ കൊച്ചി മിനിസ്ട്രി ആൻഡ് തിരുക്കൊച്ചി മിനിസ്ട്രി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായ, മീൻസ് മന്ത്രിയായ ഏക നവോത്ഥാന നായകൻ ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ദി ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ സഹോദരൻ അയ്യപ്പൻ ഈ 1933 1933 സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് വേലക്കാരൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വേലക്കാരൻ ഒരു പത്രമായിട്ടും പരിഗണിക്കാം, മാഗസിൻ ആയിട്ടും പരിഗണിക്കാൻ, തെറ്റില്ല. ഇപ്പൊ വേലക്കാരൻ ആരുടേതാ? സഹോദരൻ അയ്യപ്പന്റേതും. യജമാനൻ ആരുടേതാ? അത് വാഗ്ഭടാനന്ദന്റേതാ. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 സംഘടന, ഒന്ന് സഹോദര സംഘം, ശ്രീനാരായണ സേവിക സമാജം, വിദ്യാപോഷിണി സഭ. ഈ വിദ്യാപോഷിണി സഭ മട്ടാഞ്ചേരി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആരംഭിക്കുന്നത്. സഹോദരൻ അയ്യപ്പനാണ് ഫോം ചെയ്തത്. ദെൻ ഫൗണ്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ സഹോദര സംഘം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സഹോദര സംഘം എന്ന സംഘടന സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ദെൻ ശ്രീനാരായണ സേവിക സമാജം, അതും നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ സേവിക സമാജം ആരാ ഫോം ചെയ്തത്? സഹോദരൻ അയ്യപ്പൻ. എറണാകുളം ജില്ലയിലെ ആലുവ കേന്ദ്രീകരിച്ച് 1960
1964 സഹോദരൻ അയ്യപ്പൻ ഈ സംഘടന ഫോം ചെയ്തത്. ഇപ്പൊ മൂന്ന് ചോദ്യമാണ്, മറക്കല്ലേ. ആ സഹോദര സംഘം ഫോം ചെയ്തത് 1917 1917 നോട്ട് ചെയ്യുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മിശ്ര ഭോജനം അദ്ദേഹം സംഘടിപ്പിക്കുന്നത് 1917 അതേ 1917 തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഘടനയായ സഹോദര സംഘം ഫോം ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പറയുന്ന എല്ലാ നവോത്ഥാന നായകന്മാർക്കും എന്തുണ്ട്, അവർക്ക് ഫേമസ് ആയിട്ടുള്ള വർക്കുകളുണ്ട്, നവോത്ഥാന കൃതികളുണ്ട്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ എടുക്കുക, അല്ലെങ്കിൽ അയ്യങ്കാളി എടുക്കുക. അപ്പൊ ഏതൊരു നവോത്ഥാന നായകനെ എടുത്താലും അവിടെ പുസ്തകങ്ങൾ, അത് അവരെഴുതിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, മാഗസിൻ, പത്രങ്ങൾ, സംഘടനകളൊക്കെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. അപ്പൊ ഇവിടെ സഹോദരനയ്യപ്പന്റെ പ്രധാനപ്പെട്ട ഫേമസ് വർക്ക്സുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. റാണി സന്ദേശം, പരിവർത്തനം, ഉജ്ജീവനം, അഹല്യ. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദി ടെക്സ്റ്റ് അഹല്യ റിട്ടൺ ബൈ. അപ്പൊ ഈ പറയുന്ന 4 നവോത്ഥാന കൃതികളും ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. റാണി സന്ദേശം, പരിവർത്തനം, ഉജ്ജീവനം, അഹല്യ. ഇങ്ങനെ തന്നെ ചോദിക്കും. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ന്യൂജൻ ചോദ്യം ചോദിക്കുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് വൺ ഈസ് ഓഡ് വൺ ഔട്ട്, താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്, സഹോദരനയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട കൃതി ഏത് എന്ന് ചോദിച്ചാൽ ഈ 3 കൃതികളും ആരുടേതായിരിക്കും? സഹോദരനയ്യപ്പന്റേതായിരിക്കും. അത് റാണി സന്ദേശം വരാം, പരിവർത്തനം വരാം, ഉജ്ജീവൻ വരാം. അതിന്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും പ്രാചീന മലയാളമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേദാധികാര നിരൂപണമെന്നോ ഒക്കെ വന്നാൽ ഉത്തരമായിട്ട് വരേണ്ടത് അതായിരിക്കും. കാരണം അപ്പം ഈ പറയുന്ന 3 ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. 4 കൃതികൾ പഠിക്കണം. റാണി സന്ദേശം, പരിവർത്തനം, ഉജ്ജീവനം, അഹല്യ. ഈ 4 പ്രധാനപ്പെട്ട കൃതികൾ ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ HSA മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ HSA പരീക്ഷയ്ക്കും വേണ്ടിയുള്ള എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയുള്ള 20 മാർക്കിന്റെ ഈ പറയുന്ന ജനറൽ പേപ്പർ വർക്കൗട്ട് ഉണ്ടല്ലോ. ദെൻ HSSC മത്സര പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ജനറൽ പേപ്പറിൽ റിനൈസൻസ് പഠിക്കാനുണ്ട്, കറണ്ട് അഫേഴ്സ് പഠിക്കാനുണ്ട്, നോർമൽ GK ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ GK പോർഷനും 20 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഗ്യാരണ്ടി ആയിട്ടും കിട്ടാൻ വേണ്ടി നമ്മളൊരു വർക്കൗട്ട് ബാച്ചിന്റെ ഏറ്റവും ജൂനിയർ വർക്കൗട്ട് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ജനറൽ പേപ്പറിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് HSA സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, HSA മാത്സ് ആയിക്കോട്ടെ, HSA മലയാളം ആയിക്കോട്ടെ, HSA ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് HSA ക്വാളിഫിക്കേഷൻ ഉള്ള മത്സര പരീക്ഷ ആയിക്കോട്ടെ, അതിൽ 20 മാർക്ക് ജനറൽ പേപ്പറാണ്. അപ്പൊ ആ 20 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി വർക്കൗട്ട് ബാച്ച് 2020 എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ജൂനിയർ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സീനിയർ ബാച്ചിൽ ആരെയും ആഡ് ചെയ്യത്തില്ല, ജൂനിയർ ബാച്ചിൽ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന 9072728242 നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ഇടുക. വർക്കൗട്ട് ബാച്ച്, നിങ്ങളുടെ ഏതാണ് വർക്കൗട്ട് ബാച്ച് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ HSA സോഷ്യൽ സയൻസ് ആണെങ്കിൽ HSA സോഷ്യൽ സയൻസ്, അതിനുശേഷം നിങ്ങളുടെ പേര്. HSA മാത്സ് ആണെങ്കിൽ HSA മാത്സ് എന്ന് എഴുതി, ദെൻ അതിനുശേഷം നിങ്ങളുടെ പേര്. HSA ഇംഗ്ലീഷ് ആണെങ്കിൽ അത് എഴുതി, അതിനുശേഷം നിങ്ങളുടെ പേര്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ദി പൊളിറ്റിക്കൽ പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ എസ്റ്റാബ്ലിഷ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് സോഷ്യലിസ്റ്റ് പാർട്ടി 1938 1938 അദ്ദേഹം സ്ഥാപിച്ച പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം ഈസ് അറ്റ് ചെറായി. എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം ഉള്ളത്. അപ്പൊ ബർത്ത് പ്ലേസ് എവിടെയാ? സഹോദരൻ അയ്യപ്പന്റെ ബർത്ത് പ്ലേസ് എറണാകുളം ജില്ലയിലെ ചെറായി. അദ്ദേഹത്തിന്റെ സ്മാരകം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി. അദ്ദേഹം മിശ്രഭോജനം കണ്ടക്ട് ചെയ്തത് എറണാകുളം ജില്ലയിലെ ചെറായി. അദ്ദേഹത്തിന്റെ സംഘടനയായിട്ടുള്ള സഹോദര സംഘത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലും എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് സഹോദരൻ അയ്യപ്പന്റെ സ്റ്റാച്യു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അത് കൊച്ചിയിലാണ്. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് സഹോദരൻ അയ്യപ്പന്റെ സ്റ്റാച്യു ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, മറക്കരുത്. ഇനി സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, സഹോദരൻ K അയ്യപ്പൻ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? സഹോദരൻ K അയ്യപ്പൻ എന്ന ടെക്സ്റ്റ് എഴുതിയത്, ബുക്ക് എഴുതിയത് MK സാനു. ഇതാണ്ട് സഹോദരൻ K MK, സഹോദരൻ K MK. അങ്ങനെങ്കിലും ഓർക്കാമല്ലോ. സഹോദരൻ K അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇനി മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. ഒന്ന്, നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻ. ഏറ്റവും താഴെ തുടങ്ങുന്ന വേറൊന്നുമില്ല. സഹോദരൻ അയ്യപ്പനെ പറ്റിയാണല്ലോ നമ്മൾ ഇന്ന് പറഞ്ഞത്. അതിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. വേറെ ഒന്നുമില്ലെന്നേ. ഈ ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ HSA മത്സര പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവരും സഹോദരങ്ങളാണെന്ന് കരുതും. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും സഹോദരങ്ങളാണ്. എങ്കിൽ നമ്മൾ തമ്മിൽ എന്തൊക്കെ പറയരുത്? ജാതി പറയരുത്,
മതം പറയരുത്. ദൈവം നിങ്ങൾ ഇഷ്ടമുള്ളവരെ വിശ്വസിച്ചോണേ, നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ്. അപ്പൊ ഇതാണ് ലോജിക്ക്. നോ കാസ്റ്റ്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പന. അപ്പൊ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കരുതണമെങ്കിൽ ഇപ്പം കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ സഹോദരങ്ങളായിട്ടാ. അത് മുസൽമാൻ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഹൈന്ദവ വിഭാഗത്തിലുള്ള ആളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ മലയാളികൾ എല്ലാവരെയും കാണുന്ന സഹോദരങ്ങളായിട്ടാ. നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ അത് ദുരന്തമായിക്കോട്ടെ, പ്രളയമായിക്കോട്ടെ, ഏത് ദുരന്തമായിക്കോട്ടെ, നമ്മൾ ഒന്നിച്ചാ നിൽക്കുന്നത്. ഈ ഒന്നിച്ചുള്ള ധാരണ വേണമെങ്കിൽ എന്തൊക്കെ വേണ്ട? നോ കാസ്റ്റ്, നോ റിലീജൻ, നോ ഗോഡ്. ഇതാണ് സഹോദരൻ അയ്യപ്പൻ. ഇതാണ് ലോജിക്ക്. ഇതൊരു ലോജിക്കായിട്ട് ഓർക്കാൻ വേണ്ടി പറഞ്ഞ. ഇനി അവിടെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട്. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരു. അവിടെയും കുഴഞ്ഞു പോരുത്. ഈ പറയുന്ന വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തമിഴിൽ കൊണ്ടുവന്ന് തൈക്കാടയ്യ. അത് ഓർക്കാൻ എളുപ്പമാണ്. തമിഴ് തൈക്കാട്. തമിഴിൽ പറഞ്ഞത് இந்த ഉലകത്തിലെ ഒരേ ഒരു മതം താൻ, ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് തമിഴിൽ പറഞ്ഞത് തൈക്കാടയ്യ. ഈ തമിഴിൽ പറഞ്ഞ കണ്ടന്റ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യും ആര്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതങ്ങ് പോപ്പുലർ ആവും. ഇതാണ് ലോജിക്ക്. അത് മറക്കരുത്. അടുത്തത് വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ക്ലാൻ ആൻഡ് വൺ വേൾഡ്. ഒരു ജാതി, ഒരു മതം, ഒരു കുലം. വൺ ക്ലാൻ മീൻസ് ഒരു കുലം, ഒരു ലോകം മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. മൂന്നും നമ്മളെ കുഴപ്പിച്ച് കളയും. നമ്മൾ കരുതും ഇപ്പം വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ്, അയ്യോ സഹോദരനയ്യപ്പൻ ഇല്ലയോ? അല്ല, ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ വേൾഡ്, വൺ ക്ലാൻ എന്ന് ചോദിച്ചാൽ ഉത്തരം വൈകുണ്ഠസ്വാമികളാണ്. നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻ എന്ന് ചോദിച്ചാൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ഉത്തരം സഹോദരനയ്യപ്പൻ. അവിടെയും കുഴഞ്ഞു പോരുത്. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു മതം താൻ, ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് തമിഴിൽ പറഞ്ഞത് ഓർക്കാൻ എളുപ്പം. തമിഴ് തൈക്കാടയ്യ. തമിഴിൽ പറഞ്ഞ കണ്ടന്റ് ശ്രീനാരായണ ഗുരു മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോപ്പുലർ ആകുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മത്സര പരീക്ഷ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആൾസോ നോൺ ആസ്. വേറെ ഒന്നുമില്ല, അപരനാമങ്ങളാണ്. ഓരോ നവോത്ഥാന നായകന്മാർക്കും അപരനാമങ്ങളുണ്ട്. ആ അപരനാമങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ അതിൽ നിന്ന് ഒരു മാർക്ക്, അത് ന്യൂജൻ ചോദ്യമായിക്കോട്ടെ, ഡയറക്റ്റ് ചോദ്യമായിക്കോട്ടെ, എന്ത് ചോദ്യമായിക്കോട്ടെ നമുക്ക് കിട്ടും. ഒന്നാമത്തെ ലോജിക്കിലേക്ക് പോവുകയാണ്. കേരള ഗാന്ധി, വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള ഗാന്ധി. നിങ്ങൾ തന്നെ പറ. കെ കേളപ്പനെയാണല്ലോ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കെ കേളപ്പൻ ആരംഭിച്ച ഒരു മാഗസിൻ ഉണ്ട്, ഗ്രാമദീപം എന്ന മാഗസിൻ സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകന. 1930 ഉപ്പ് സത്യാഗ്രഹം, അതും വർഷം പഠിക്കാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി പറയുക. 1930 ഉപ്പ് സത്യാഗ്രഹം. 30 ഹാളി കയറുമ്പോൾ തിരിഞ്ഞു പോരുത്. 30 ഉപ്പ്, അല്ലാതെ ഹാളി കയറുമ്പോൾ 40 ഉപ്പ്, 50 ഉപ്പ് എന്ന് തിരിഞ്ഞു പോരുത്. 1930 ഉപ്പ് സത്യാഗ്രഹം. ആ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ഇല്ലയോ? ഗ്രാമദീപം എന്ന മാഗസിൻ സ്ഥാപിച്ചത് കെ കേളപ്പൻ ഇല്ലയോ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മെയിൻ ലീഡർ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. ഒത്തിരി ചോദ്യമുണ്ട്. ഇപ്പൊ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് കെ കേളപ്പനാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള സുഭാഷ് ചന്ദ്രബോസ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്റെ പേര് അബ്ദുൾ റഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വത്തെ അറിയപ്പെടുന്ന പേര് കേരള സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ ഈ പറയുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ് അറിയാം? ഒന്ന്, അദ്ദേഹം ഒരു മാഗസിൻ സ്ഥാപിച്ചിട്ടുണ്ട്, അൽ അമീൻ എന്ന മാഗസിൻ. ഈ പറഞ്ഞ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെതാ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ. 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂരിൽ നിന്ന് കണ്ടക്ട് ചെയ്തത്. 1930 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് കണ്ടക്ടഡ് ഫ്രം ബേപ്പൂർ എന്ന് എടുത്തു ചോദിച്ചാൽ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. വരും ക്ലാസ്സിൽ ഈ പറയുന്ന എപ്യൂസഡ് കാര്യങ്ങൾ എടുത്തോളാം. അടുത്തത് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്, ലിങ്കൺ ഓഫ് കേരള ഓർ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പന. ഇദ്ദേഹത്തെ തന്നെയാണ് കവി തിലകൻ എന്നറിയപ്പെടുന്നത്. വിദ്വാൻ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ പണ്ഡിറ്റ് കെ പി കറുപ്പന. അപ്പൊ പണ്ഡിറ്റ് കെ പി കറുപ്പന എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? വിദ്വാൻ എന്നറിയപ്പെടുന്നു, കവി തിലകൻ എന്നറിയപ്പെടുന്നു, കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നു, കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു. ഈ 4 ചോദ്യങ്ങളും ഉത്തരമാര് തന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അദ്ദേഹത്തിന് 3 കൃതികളുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ 3 പ്രധാനപ്പെട്ട കൃതികൾ, ഒന്ന് ജാതിക്കുമ്മി, മറ്റൊന്ന് ഉദ്യാന വിരുന്ന്, മറ്റൊന്ന് ബാലകലേശം. ഈ 3 ടെക്സ്റ്റും, ധാരാളം ടെക്സ്റ്റ് ഉണ്ട്, അതിൽ ഈ 3 ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ജാതിക്കുമ്മി, മറക്കല്ലേ, ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ബാലകലേശം. ഈ 3 ടെക്സ്റ്റ് എഴുതിയത് ആരാണ്?
അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ദെൻ കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ഭാരത കേസരി. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള മദൻ മോഹൻ മാളവ്യ. എല്ലാം ഉത്തരമായത് തന്നെ മന്നത്ത് പത്മനാഭനാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? വിച്ച് കേരള പേഴ്സണാലിറ്റി ഈസ് ആൾസോ നോൺ ആസ് മയ്യഴി ഗാന്ധി. ഉത്തരം IK കുമാരൻ മാസ്റ്ററാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ മാത്രമല്ല, ഇനിയും ചോദ്യമുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ടോപ്പിക്ക് തീർത്ത് വരുവാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നില്ല, മറിച്ച് കുറേശ്ശെ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ മത്സര പരീക്ഷയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഒരു തവണയെങ്കിലും റിവിഷൻ നടത്തണം. അതിനുശേഷം അഗെയിൻ വീണ്ടും റിവിഷൻ നടത്തുമ്പോൾ അതങ്ങ് സെറ്റ് ആവും. ഇതാണ് നമ്മുടെ ട്രെൻഡിങ്. അപ്പോൾ ഏറ്റവും ജൂനിയർ വർക്കൗട്ട് ബാച്ചിലാണ് നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9072728242 നമ്പറിലേക്കാണ് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പാക്കേജ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനപ്പെട്ട വനിതകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഡിസ്കസ് ചെയ്തു പോവാം. പ്രധാനമായിട്ടും വർഷങ്ങൾ ചോദിക്കും, പ്രധാനപ്പെട്ട ഈവെന്റുകൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചോദിക്കും, അതിന്റെ പ്രധാനപ്പെട്ട പ്രൊമിനന്റ് ആയിട്ടുള്ള വുമൺ ലീഡറിനെ ചോദിക്കും. അതേത് ഈ പറഞ്ഞ ഈവന്റ്, ഈ പറഞ്ഞ സമരം അല്ലെങ്കിൽ സത്യാഗ്രഹം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, അത് നടന്നത് കേരളത്തിൽ ഏത് ഏരിയയിലാണെന്ന് ചോദിക്കും. ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു പാക്കേജിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തത് 1930, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. 1930 1930 സാൾട്ട് സത്യാഗ്രഹ, അതും അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, അതും അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം അന്നല്ലോ 1930. ഈ പറയുന്ന 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ മലബാർ പ്രദേശത്തെ മീൻസ് കണ്ണൂർ പ്രദേശത്തെ മലബാർ ഏരിയയിലെ ഇതിന്റെ നേതൃത്വം വഹിച്ച വനിതയുടെ പേര് AV കുട്ടിമാളു അമ്മ എന്ന. ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ. ഈ പറയുന്ന ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ എന്ന നവോത്ഥാന നായികയെ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, ട്വൈസ്, 2 തവണ. 1936 ആൻഡ് 1946. 1936 1946 AV കുട്ടിമാളു അമ്മയെ ഇങ്ങോട്ടേക്ക് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വസ്തുത. ഇവര് മാതൃഭൂമി എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണ പബ്ലിക്കേഷന്റെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വീട്ടുപേരാണ് ആനക്കര വടക്കത്ത് വീട്ടുപേര്. അതായത് പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ, മൃണാളിനി സാരാഭായ്, ഈ പറയുന്ന അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളു അമ്മ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വനിതാ വ്യക്തികളെല്ലാം, പ്രധാനപ്പെട്ടവരെല്ലാം ജനിക്കുന്നത് ഈ പറയുന്ന ആനക്കര വടക്കത്ത് വീട്ടിലാണ്. അതുകൊണ്ട് ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മയ്ക്ക് പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. നമ്മുടെ റിനേസൻസിൽ ഈ പറയുന്ന നവോത്ഥാന നായികയെ പറ്റി പഠിക്കാനുമുണ്ട്. അപ്പൊ ഈ പറയുന്ന 1930 സാൾട്ട് സത്യാഗ്രഹ എന്നറിയപ്പെടുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രൊമിനന്റ് ലീഡർ ആരാണ്? പ്രൊമിനന്റ് ലീഡർ KK കേളപ്പൻ തന്നെയാണ്. വുമൺ ലീഡർ ആരാണ്? AV കുട്ടിമാളു അമ്മ. ഏത് പ്രദേശമാണ്? കണ്ണൂരാണല്ലോ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണല്ലോ ഇതിന്റെ എല്ലാം കേന്ദ്രം. പയ്യന്നൂരിനെ അറിയപ്പെടുന്ന പേര് സെക്കൻഡ് ബർദോളി എന്നല്ലയോ. അപ്പം മലബാർ റീജിയണിലെ കണ്ണൂരിലെ പയ്യന്നൂരിലാണ് പ്രധാനപ്പെട്ട സ്ഥലം. അതിലെ വനിതാ നേതാവാണ് ആര്? AV കുട്ടിമാളു അമ്മ. അടുത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1934 1934 ഹരിജൻ വെൽഫെയർ ഫണ്ട് കളക്ഷന് വേണ്ടി കേരളത്തിൽ വിസിറ്റ് ചെയ്ത മഹാത്മാഗാന്ധിക്ക് ഓർണമെന്റ്സ് ഇഷ്യൂ ചെയ്ത വനിതയുടെ പേര് കൗമുദി എന്നാണ്. അപ്പൊ വിച്ച് കേരള വുമൺ ഇഷ്യൂയിങ് ഓർണമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഹരിജൻ വെൽഫെയർ ഫണ്ട് കളക്ഷൻ എന്നാ ചോദിക്കുന്നത്. ഉത്തരം കൗമുദിയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര, ഒന്ന് നോട്ട് ചെയ്തേക്കണേ, കോഴിക്കോട് ജില്ലയിലെ വടകര എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പറഞ്ഞ കൗമുദി ടീച്ചർ മഹാത്മാഗാന്ധിക്ക് ഓർണമെന്റ്സ് ഇഷ്യൂ ചെയ്തത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ 1930 ആ പാക്കേജ് മൊത്തം കിട്ടി. 1934 ആ പാക്കേജ് മൊത്തം കിട്ടി. അടുത്തത് 1938 1938 രാജധാനി മാർച്ച് കണ്ടക്ടഡ് ബൈ അക്കാമച്ചെറിയാൻ. അക്കാമച്ചെറിയാൻ രാജധാനി മാർച്ച് സംഘടിപ്പിച്ച പ്രദേശം ഏരിയ തിരുവനന്തപുരം അല്ലയോ. തിരുവനന്തപുരത്ത് തമ്പാനൂർ ടു കവടിയാർ, തമ്പാനൂർ മുതൽ കവടിയാർ വരെ, തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് ഈ രാജധാനി മാർച്ച് നടക്കുന്നത്. ഈ രാജധാനി മാർച്ച് തടയുന്ന ബ്രിട്ടീഷ് സർവന്റിന്റെ പേര് കേണൽ വാട്കിസ് എന്നാണ്. മറക്കല്ലേ, രാജധാനി മാർച്ച് ഓപ്പോസ് ചെയ്ത അല്ലെങ്കിൽ തടയുന്ന, അതിനെ എതിർത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് കേണൽ വാട്കിസ് ആണ്.
കേണൽ വാട്കിസ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ഇത് തടയുന്ന സമയത്ത് അക്കാമച്ചറിയൻ പറയുന്ന ഒരു വാക്യമുണ്ട്, ഐ ആം ദി ലീഡർ ഫസ്റ്റ് ഷൂട്ട് മീ ബിഫോർ അതേഴ്സ്. ഞാനാണ് നേതാവ്, എന്നെ ആദ്യം വെടിവെക്കുക. അതായത് ഈ പറയുന്ന കേണൽ വാട്കിസ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സർവന്റ് ഈ പറഞ്ഞ സമരക്കാരെ വെടിവെക്കാനുള്ള ആ ഉത്തരവൊക്കെ ഇട്ട് വെടിവെക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ പറയുന്ന ഡയലോഗാണ്, അക്കാമച്ചറൻ പറയുന്ന ഡയലോഗ് ഇതാണ്, ഐ ആം ദി ലീഡർ ഫസ്റ്റ് ഷൂട്ട് മീ ബിഫോർ അതേഴ്സ്. ഞാനാണ് നേതാവ്, എന്നെ ആദ്യം വെടിവെക്കുക, പിന്നീട് മറ്റുള്ളവർ. അപ്പോൾ 1938 രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് ആരാണ്? അത് അക്കാമച്ചറിയാനാണ്. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം, തമ്പാനൂർ ടു കവടിയാർ. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് 1946 കരിവള്ളൂർ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യും. ഈ കരിവള്ളൂർ സ്ട്രൈക്കിന്റെ വുമൺ ലീഡർ എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. ഏത് ജില്ലയിലാണ് കരിവള്ളൂർ സമരം സംഘടിപ്പിക്കുന്നത്? കണ്ണൂർ. ഇനി അങ്ങനെയും പഠിക്കാൻ പറ്റാത്തവർക്ക് കൂടി പറയാം, കരി കണ്ണ്, കരിവള്ളൂർ, കരി പുരട്ടുന്ന കണ്ണില്ലയോ, അങ്ങനെങ്കിൽ ഓർത്തു വെക്കുന്നേ. കരിവള്ളൂർ സ്ട്രൈക്ക് കണ്ണൂർ. കരി കണ്ണ്, കരിങ്കണ്ണ് ദേവയാനി എന്ന് പഠിച്ചാലും തെറ്റില്ല. കരിങ്കണ്ണ് ദേവയാനി. കരിങ്കണ്ണ് ദേവയാനി എന്ന് പറഞ്ഞാൽ കരിവള്ളൂർ സമരത്തിന്റെ പ്രധാനപ്പെട്ട ജില്ല കണ്ണൂരാണ്. കരിങ്കണ്ണ് ദേവയാനിയാണ് പ്രധാനപ്പെട്ട നേതാവ്. കരിങ്കണ്ണി ദേവയാനി, അങ്ങനെങ്കിലും ഓർക്കാലോ. പറഞ്ഞല്ലോ, ദേവയാനി എന്നറിയപ്പെടുന്ന പേരുള്ള ആളെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, നമുക്കൊരു മാർക്ക് വേണം. അതിനുവേണ്ടി ലോജിക്കായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. പറഞ്ഞല്ലോ, 1946 കരിവള്ളൂർ സ്ട്രൈക്ക്, കെ ദേവയാനി, കണ്ണൂർ ജില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കെ ദേവയാനിയെ കണക്ട് ചെയ്യുമ്പം 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒന്ന്, കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്ന കെ ദേവയാനിയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മകഥയുണ്ട് ഈ പറഞ്ഞ കെ ദേവയാനിക്ക്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ആത്മകഥ കെ ദേവയാനി എഴുതിയതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് കെ ദേവയാനിയാണ്. ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് ആരാ? അത് വാഗ്ഭടാനന്ദനാണ്. സമ്മതിച്ചു. ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഫൗണ്ടഡ് അറ്റ് ആലപ്പുഴ. ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് ആരാണ്? അത് കെ ദേവയാനിയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ 1946 അഗെയിൻ 1946 കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റിൽ ഒരു സമരം നടത്തും. വിറകും അതിൻ്റെ ഈ പറയുന്ന ചീമേനി എസ്റ്റേറ്റിൽ വിറകും തോലും കളക്ട് ചെയ്യാൻ പോയ കാർത്യായനി അമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ അതിൻ്റെ ഉടമസ്ഥൻ തടയുകയും അത് പ്രതിഷേധമായി മാറുകയും ചെയ്യുന്ന ഒരു സമരമാണ് ചീമേനി സമരം. ചീമേനി സമരം നടക്കുന്നത് 1946 കാസർഗോഡ് ജില്ലയിലാണ്. തോലിനും വിറകിനും വേണ്ടി ആയതുകൊണ്ടാണ് തോൽ വിറക് അജിറ്റേഷൻ ഓർ വിറക് തോൽ അജിറ്റേഷൻ എന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ഈ പറഞ്ഞ ചീമേനി സമരം തന്നെയാണ് നടക്കുന്നത്. 1946 നടന്ന ജില്ല കാസർഗോഡ് ജില്ലയിലാണ്. വനിതാ നേതാവ്, പ്രൊമനൻ്റ് ആയിട്ടുള്ള വുമൻ ലീഡർ എന്നറിയപ്പെടുന്ന ആരെയാണ്? കാർത്യായനി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ പറയുന്ന പാക്കേജ് ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. ഇങ്ങനെ തന്നെ നോട്ടായിട്ട് തന്നെ എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. മത്സര പരീക്ഷയെ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് റിവിഷൻ നടത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ന് പഠിക്കാനുള്ളത് ഈ ക്ലാസ് പഠിക്കണം ഇന്നത്തെ ടോപ്പിക്കിൽ. അതുമാത്രമല്ല, നിങ്ങൾക്ക് തന്നേക്കുന്ന കറണ്ട് അഫേഴ്സ് പഠിക്കണം. ഇതിനകത്ത് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം എക്സാം അറ്റൻഡ് ചെയ്യണം. അതിനെല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പം വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത മാർക്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നെക്സ്റ്റ് ഈ പറയുന്ന ഓരോ സീരീസിലും നമ്മൾ ഓരോ നവോത്ഥാന നായകന്മാരെയും പ്രധാനപ്പെട്ട പാക്കേജും ഡിസ്കസ് ചെയ്യുവാണ്. ഇതിൻ്റെ പോൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ എക്സാം രാത്രി 9 മണിക്കുണ്ട്, അതും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.